റൗണ്ട് റവല്യൂഷൻ ഏതിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ. മുട്ട, ബി. ഉരുളക്കിഴങ്ങ്, സി. സിമന്റ്, ഡി. മത്സ്യം. റൗണ്ട് റവല്യൂഷൻ ഏതിൻ്റെ ഉൽപ്പാദനവുമായി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ബി. ഉരുളക്കിഴങ്ങ്. ഗോൾഡൻ ഫൈബർ റവല്യൂഷൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ. ചണം, ബി. പരുത്തി, സി. മുട്ട, ഡി. പാൽ. ഗോൾഡൻ ഫൈബർ റവല്യൂഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം എ. ചണം. വെണ്ടയുടെ സ്വദേശം ഏത്? എ. ഓസ്ട്രേലിയ, ബി. അമേരിക്ക, സി. ഇന്ത്യ, ഡി. ആഫ്രിക്ക. വെണ്ടയുടെ സ്വദേശം ഏത്? ഉത്തരം ഡി. ആഫ്രിക്ക. ഏതു മരത്തിൻ്റെ തടിയാണ് ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്? എ. ഫിർ, ബി. പൈനസ്, സി. വില്ലോ, ഡി. ഓക്ക്. ഏതു മരത്തിൻ്റെ തടിയാണ് ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്? ഉത്തരം സി. വില്ലോ. സമാധാനത്തിൻ്റെ വൃക്ഷം എന്നറിയപ്പെടുന്നത് ഏത്? എ. ഒലിവ്, ബി. പൈനസ്, സി. പന, ഡി. ഓക്ക്. ഉത്തരം എ. ഒലിവ്. വെജിറ്റബിൾ ഗോൾഡ് എന്നറിയപ്പെടുന്നത് എന്ത്? എ. മാങ്ങ, ബി. കുങ്കുമ, സി. മുന്തിരിങ്ങ, ഡി. തക്കാളി. വെജിറ്റബിൾ ഗോൾഡ് എന്നറിയപ്പെടുന്നത് എന്ത്? ഉത്തരം ബി. കുങ്കുമം. ഏതിൽ നിന്നാണ് വജ്രപശ ലഭിക്കുന്നത്? എ. അക്കോഷ്യ, ബി. പൈനസ്, സി. ആവണക്ക്, ഡി. മരവാഴ. ഏതിൽ നിന്നാണ് വജ്രപശ ലഭിക്കുന്നത്? ഉത്തരം എ. അക്കോഷ്യ. പരാഗണത്തിന് തേനീച്ചയെ ആശ്രയിക്കുന്ന സസ്യം ഏത്? എ. കുരുമുളക്, ബി. റോസ്, സി. സൂര്യകാന്തി, ഡി. ഇവയൊന്നുമല്ല. പരാഗണത്തിന് തേനീച്ചയെ ആശ്രയിക്കുന്ന സസ്യം ഏത്? ഉത്തരം സി. സൂര്യകാന്തി. 1000 ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്നത്? എ. തേക്ക്, ബി. തെങ്ങ്, സി. യൂക്കാലി, ഡി. പൈനസ്. 1000 ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്നത്? ഉത്തരം ബി. തെങ്ങ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും മൃദുവായത് ഏത്? എ. സോഡിയം, ബി. അലുമിനിയം, സി. ഇരുമ്പ്, ഡി. ലിഥിയം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും മൃദുവായത് ഏത്? ഉത്തരം എ. സോഡിയം. ആഭരണ നിർമ്മാണത്തിന് സ്വർണത്തോട് ചേർക്കുന്നത് എന്ത്? എ. ചെമ്പ്, ബി. ടിന്ന്, സി. ഈയം, ഡി. അലുമിനിയം. ആഭരണ നിർമ്മാണത്തിന് സ്വർണത്തോട് ചേർക്കുന്നത് എന്ത്? ഉത്തരം എ. ചെമ്പ്. ഏറ്റവും കൂടുതൽ വലിച്ചു നീട്ടാവുന്ന രണ്ടാമത്തെ ലോഹം ഏത്? എ. ടങ്സ്റ്റൺ, ബി. ചെമ്പ്, സി. ഇരുമ്പ്, ഡി. വെള്ളി. ഏറ്റവും കൂടുതൽ വലിച്ചു നീട്ടാവുന്ന രണ്ടാമത്തെ ലോഹം ഏത്? ഉത്തരം എ. ടങ്സ്റ്റൺ.